നമസ്കാരം. എല്ലാവർക്കും ക്യാഷ് മാർക്കറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ സ്റ്റോക്കിനെ ഒന്ന് പരിചയപ്പെടാം. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു അനാലിസിസ് ഒക്കെ എന്ന് നമുക്ക് നോക്കാം. നമ്മളിന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് ഏഞ്ചൽ വൺ ആണ്. എനിക്കറിയാം എല്ലാവർക്കും ഏഞ്ചൽ വണ്ണിനെ പറ്റി നന്നായിട്ട് അറിയാം. നമുക്ക് അതിൻ്റെ 52 വീക്ക് ഹൈ, അതായത് പഴയ 52 വീക്ക് ഹൈ ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു ട്രെൻഡ് ലൈൻ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. കാരണം ഇതിൻ്റെ ഹൈയും അതിൻ്റെ ഒരു നേരത്തെ ഉണ്ടാക്കിയ 52 വീക്ക് ഹൈയും അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്തുണ്ടാക്കിയ റീസെൻ്റ്ലി ഉണ്ടാക്കിയ ഒരു 52 വീക്ക് ഹൈയും കൂടെ ഞാൻ മാർക്ക് ചെയ്തതിനിടയ്ക്ക് ആ റേഞ്ചിനകത്താണ് അതിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വോളിയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നല്ലൊരു വോളിയമാണ് ഈ അടുത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 2-3 ആഴ്ച മുമ്പ് നല്ലൊരു വോളിയത്തിൽ ഒരു ബ്രേക്ക് ഔട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കി അതൊരു പ്രോപ്പർ ബ്രേക്ക് ഔട്ടായിട്ട് കാണാം. അതിനൊരു ഷാഡോ ഉണ്ട്. ആ ഒരു ക്യാൻഡലിനൊരു ഷാഡോ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കൺസോളിഡേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ടാണ്. അപ്പം നേരത്തെ ഉണ്ടായ 52 വീക്ക് ഹൈയിൽ നിന്നും താഴേക്ക് വന്ന് ആദ്യം, അതായത് ആ സ്റ്റോക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയ ആ ഒരു മേജർ ഹൈയിലേക്ക് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചൊരു ബ്രേക്ക് ഔട്ട് വീക്കിലിയിൽ കൊടുത്ത് നിൽക്കുകയാണ്. അപ്പം നമുക്കൊരു ഡെയിലി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ചാനൽ പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ചെറിയൊരു കൺസോളിഡേഷൻ, താഴേക്ക് ഒരു ഡൗൺ ട്രെൻഡിങ് മോഡലിലാണ് അത് പോണത്. അപ്പം ഇത് വേണമെങ്കിൽ അതേ ചാനലിൽ തന്നെ കൺസോളിഡേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അതിന് പുറത്തേക്ക് അങ്ങനെ നിന്നിട്ട് വേണമെങ്കിൽ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്താൽ അത് പ്രീവിയസ്ലി പണ്ടുണ്ടാക്കിയ 52 വീക്ക് ഹൈ ഏതാണോ അവിടേക്ക് വരെ ട്രാവൽ ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് ഉണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. അപ്പം ഇതിന് പല സാധ്യതകളാണ്. ഇത് ചിലപ്പം 2-3 ആഴ്ചകളെടുക്കാം ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് മുകളിലേക്ക് തരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളെടുക്കാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ആ രീതിയിൽ മൂവ് ചെയ്തു. ഇപ്പം അപ്രോക്സിമേറ്റ്ലി നമ്മളൊരു 60% അടുത്ത് വരെയാണ് അതിൻ്റെ അടുത്തൊരു നമ്മളുടെ പ്രീവിയസ് ഉണ്ടായ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 60% മുകളിലാണ്. അപ്പം അത്രയും നല്ലൊരു മൊമെൻറ്റം ഇതിലുണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. 60% ഒരു വർഷം കൊണ്ട് കിട്ടിയാൽ തന്നെ ഇറ്റ്സ് എ ഗുഡ് റിട്ടേൺ. അപ്പം ആ ആസ്പെക്റ്റിൽ നോക്കുക. വോളിയംസ് ഒക്കെ നല്ല പാർട്ടിസിപ്പേഷനോട് വോളിയം പാർട്ടിസിപ്പേഷൻ, അപ്പോൾ വീണ്ടും ഒരു മൊമെൻറ്റം ഉണ്ടാവാം. ഓക്കെ, ഇതിന് അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഒന്ന് നോക്കാം. ഫണ്ടമെൻറ്റൽസ് പി ഒക്കെ കുഴപ്പമില്ല, 18.4 ഉള്ളൂ. ഇൻഡസ്ട്രി പി ആയിട്ടൊക്കെ മാച്ച് ചെയ്യുമ്പോൾ വളരെ അടുത്ത് നിൽക്കുകയാണ്. ശരി, അല്പം കൂടുതലാണ്, അത്രയേ ഉള്ളൂ. ഒ പി എമ്മും അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ആർ ഒ സി ഒക്കെ വളരെ നല്ലതാണ്. ഡെപ്റ്റ് അങ്ങനെ വലിയ ഡെപ്റ്റ് ഒന്നുമില്ല. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതും റീസണബിൾ ആയിട്ടുള്ള ഡെപ്റ്റാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ബുക്ക് വാല്യൂ ഇച്ചിരി ഹയർ ആണ്, ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇതിനകത്ത് ആകെ ഒരു പ്രശ്നം ആ ചേഞ്ച് ഇൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. അതൊരു നെഗറ്റീവാണ്. ഒരു അല്പം അവർ സെല് ചെയ്തിട്ടുണ്ട്. ആർ ഒ ഇ ഒക്കെ ഗംഭീര ആർ ഒ ഇ ആണ്. 43 എന്ന് പറയുന്നത്. ക്വാർട്ടർലി സെയിൽസ് വേരിയേഷൻ ഒക്കെ ഭയങ്കര ഹൈ ആണ്. ഇപ്പം പ്രോസും കോൺസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്കതും പോസിറ്റീവ്സ് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. നെഗറ്റീവായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊമോട്ടർ ഹോൾഡിങ് ഡിക്രീസ് ചെയ്തത് ഒരു ചെറിയ വിഷയമായിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പം സെയിൽസ് പെർസ്പെക്റ്റീവിലും ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ്. അപ്പം മറ്റുള്ള പിയേഴ്സോട് കമ്പയർ ചെയ്യുമ്പം അവരുടെ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ അല്പം പി ഇ കൂടുതലുണ്ട്, പക്ഷേ ഇത് കുഴപ്പമില്ല. അത് ഈ കൺസോൾട്ടേഷനും അങ്ങോട്ടുള്ള മൂവ്മെൻറ്റിലും ഒക്കെ അതങ്ങ് കറക്റ്റ് ചെയ്ത് പോയിക്കോളും. ഇപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ കണ്ടില്ലേ, 171 ആയിരുന്നു 2021. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് 530, 550 ആ ലെവൽസിലേക്ക് പോയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 121 നിന്ന് 340 ആ റേഞ്ചിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പം നല്ല ഒരു 3x 4x ഒക്കെ ഒരു ഒരു മൊമെൻറ്റം അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നല്ല നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം നമ്മളല്ലാതെ വളരെ ഷോർട്ട് ടേം, ലോങ് ടേമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2015 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 10 ഇരട്ടിയാണ് സെയിൽസ് ഇമ്പ്രൂവ് ചെയ്തത്. പക്ഷേ പ്രോഫിറ്റ് നോക്കൂ, 47 നിന്ന് അത് 10 ഇരട്ടിയല്ല, അത് എത്ര ഇരട്ടിയാണ്? എനിക്ക് തോന്നുന്നു 30 ഇരട്ടിയാണ് അതിൻ്റെ പ്രോഫിറ്റൊക്കെ ജമ്പായിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ബിസിനസ് റൺ ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്തും ഒക്കെ ഇതിൽ കാണാം. അതൊക്കെ വളരെ നല്ല രീതിയിലാണ് പോയിരിക്കുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടും നല്ലൊരു ഇതാണ്. ഇപ്പോൾ റിസർവ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗംഭീര റിസർവ്സ് ആണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ കുറേ പൈസ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം അതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഫൈനാൻഷ്യലി ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിച്ച് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പം ഇതിൽ ചലഞ്ച് ചെയ്യാൻ പറഞ്ഞില്ലേ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് ഇതിൻ്റെ ഒരു ചെറിയ ചലഞ്ച്. അപ്പം അതൊന്ന് മനസ്സിൽ വെക്കുക. അത് വാങ്ങിച്ചിരിക്കുന്ന FISും DISും തന്നെയാണ്. അതുകൊണ്ട് അത് പ്രശ്നമല്ല. അപ്പം എന്തായാലും ഈ സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്യുക. ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നമ്മളൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്നുള്ളൂ. എന്തായാലും നിങ്ങൾ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്ത് നമുക്ക് മൊമെന്റ് എങ്ങനെ പോകുന്നു നമുക്കൊന്ന് നോക്കി കാണാം വരുന്ന ദിവസങ്ങളിൽ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സി യു സൂൺ.